obtained by the neighboring path. You can see the graph here where you can see the 2 points x1 y1 and x2 y2, where there is a solid curve and a dotted curve. There are infinite paths possible, but I am showing two paths. Now what is the difference between these two paths is called as the variation of y at a particular x. അതായത് ഒരു രണ്ട് പാത്തുകളെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിൽ രണ്ട് പാത്തുകളുടെ വൈ വാല്യൂകൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ വൈയെ നമ്മൾ ഒരു പുതിയ ഫംഗ്ഷനായി സങ്കല്പിക്കുക, ഈറ്റ ഓഫ് എക്സ്. കാരണം ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എക്സ് മാറുന്തോറും ഡെൽറ്റ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ എക്സ് വാല്യൂവിലും രണ്ട് പാത്തുകൾ തമ്മിൽ പല അകലത്തിലാണുള്ളത്, പല ഡീവിയേഷനിലാണുള്ളത്. അതുകൊണ്ട് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഈറ്റ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനായി സങ്കല്പിക്കുകയാണെങ്കിൽ, ഈറ്റ ഓഫ് എക്സ് ഈസ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. രണ്ടാമതായി ഒരു സ്കെയിൽ ഫാക്ടർ ടു ഡിഫൈൻ ദ ഡിഫോർമേഷൻ ഓഫ് ദ പാത്ത്. അതായത് ഈ ആൽഫ ഈറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനെ സ്കെയിൽ ചെയ്യാൻ, അതായത് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അതിനെ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അതിന് സ്കെയിലിംഗ് ഫാക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ആൽഫ എന്ന് പറയുന്ന ഒരു സ്കെയിലിംഗ് ഫാക്ടർ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം, ഈ എല്ലാ പാത്തുകളും രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ കൂട്ടിമുട്ടും. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സിലും ഡീവിയേഷൻ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വൈ അറ്റ് x1 y1 ആൻഡ് x2 y2 വിൽ ബി 0. പക്ഷേ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഈറ്റ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈറ്റ x1 ആൻഡ് ഈറ്റ x2 വിൽ ബി 0 ബിക്കോസ് ദേ ആർ ദ എൻഡ് പോയിൻറ്റ്സ്, and at the end points all the paths coincide, because from those end points only, from the starting point all the paths starts, and at the ending point all the paths finishes. Now we come to that. All the paths must pass through the fixed end points. Second, eta must be ഡിഫറൻഷ്യബിൾ. രണ്ടാമത് ഈ ഡീവിയേഷൻ അല്ലെങ്കിൽ വൈയിലെ ഡിഫറൻസ് ഡെൽറ്റ വൈ എന്ന് പറയുന്ന ഈറ്റ എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. കാരണം ഇതുപോലെയുള്ള നമ്മൾ ഈറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1, ഈറ്റ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഒരിക്കലും ഈറ്റ ഓഫ് എക്സിന് വരാൻ പാടില്ല. മറിച്ച് അതൊരു വേരിയബിൾ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം എന്ന് പറയാൻ കാരണം ദാറ്റ് ഷുഡ് ബി എ വേരിയബിൾ ക്വാണ്ടിറ്റി. എപ്പോഴും എല്ലാ സമയത്തും കോൺസ്റ്റൻ്റായി നിൽക്കാൻ പാടില്ല. കാരണം പല പാത്തുകൾ വരുന്നതിനനുസരിച്ച് ഈറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്ത്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പാത്തുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഡെൽറ്റ വൈയുടെ വാല്യൂ മാറുകയും ഈറ്റ ഓഫ് എക്സ് മാറുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, we choose a function which is similar to the function used to represent the Dirac delta function, so that eta of x differs from 0 only over an infinitesimal region. അതായത് ഈറ്റ ഓഫ് എക്സ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫംഗ്ഷൻ പോലെയുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. കാരണം ഒരു ചെറിയ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഡിഫേഴ്സ് ഫ്രം 0 ഓൺലി ഓവർ ഇൻഫിനിറ്റസിമൽ റീജിയൻ. കാരണം ഒരു വളരെ ചെറിയൊരു റീജിയനിലുള്ളിൽ മാത്രമേ എന്തുള്ളൂ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഈറ്റ ഓഫ് എക്സ് 0-ൽ നിന്നും ഡിഫർ ആവുന്നുള്ളൂ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വൈ ഓഫ് എക്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ എക്സ്, ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിലെ വൈ വാല്യൂ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്കെന്ത് പറയാം, പർട്ടിക്കുലർ അതേ എക്സ് വാല്യൂവിലെ വൈ അറ്റ് ആൽഫ 0 പ്ലസ് ആൽഫ ഈറ്റ എക്സ്. കാരണം നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പാത്ത് വൈ ഓഫ് x0 എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പാത്ത് ഉപയോഗിച്ചാൽ വേറെ ഏത് പാത്തിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം ആൽഫയും ഈറ്റയും നമുക്കറിയാമെങ്കിൽ
നമുക്ക് ആദ്യത്തെ ആൽഫ 0 ആകുന്ന പാത്ത് നമുക്കറിയാമെങ്കിൽ മറ്റേത് പാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഫ 0 ആകുന്ന പാത്ത് എന്ന് പറയുന്നത് y of x 0 പ്ലസ് ആൽഫ ഈറ്റ എക്സ് എന്ന് പറയുന്നതായിരിക്കും എനി given path. So y of x alpha is any given path, and that any given path is the sum of the starting path plus the product of the scaling factor and the differential function, that is eta x, that is delta y. So eta into alpha into eta x plus y of x 0, that will be the path at a given x. Delta y എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയും പറയാമല്ലോ, y of x alpha minus y of x 0, that is what, nothing but alpha into eta x. Now we are going to start with the derivation. Now let us choose alpha equal to 0, or that means a path where alpha is equal to 0. So the path is given by y of x 0. So I am concluding, I am saying that all the time the path is specified by y of x alpha. അപ്പോൾ ഈ കേസിൽ വേരിയേഷണൽ മെത്തേഡിൽ ഒരു പാത്തിനെ അല്ലെങ്കിൽ ഒരു കർവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് y of x ആൽഫ എന്നായിരിക്കും. അപ്പോൾ ആൽഫയുടെ വാല്യൂ 0 മുതൽ ഒരു അപ്പർ ലിമിറ്റ് വരെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അത് എന്തായിരിക്കും, നമുക്ക് ആ ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആയിരിക്കും. ആ സ്കെയിലിംഗ് ഫാക്ടർ ആരുടെ സ്കെയിലിംഗ് ഫാക്ടറാണ്? ഈറ്റ ഓഫ് എക്സിൻ്റെ സ്കെയിലിംഗ് ഫാക്ടറാണ്. ഇനി നമ്മുടെ ഉദ്ദേശം ജെയുടെ വാല്യൂ മിനിമം ആകുന്ന പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നൗ ലെറ്റ് us assume y of x alpha equal to 0 as unknown path that will minimize j. അങ്ങനെയാണെങ്കിൽ that then the y of x alpha for non-zero alpha describes a neighboring path. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു പാത്ത് എടുത്തെങ്കിൽ ആ പാത്തിനെ നെയ്ബറിംഗ് പാത്ത് കണ്ടെത്തണമെങ്കിൽ ആൽഫയുടെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. കാരണം ആൽഫയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ദ സെക്കൻഡ് ടേം വിൽ ചേഞ്ച്. ആ സെക്കൻഡ് ടേം ചേഞ്ച് ആകുമ്പോൾ വൈയുടെ ടോട്ടൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈ ചേഞ്ച് ആകും. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് y of x alpha എന്ന് പറയുന്നത് ഇഫ് ആൽഫ ഇസ് നോൺ സീറോ. ഇപ്പോൾ നമ്മൾ എടുത്ത y of x ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തിൻ്റെ നെയ്ബർ ആയിരിക്കും, നെയ്ബറിംഗ് പാത്ത് ആയിരിക്കും. കാരണം എന്താ, നമ്മളെടുത്ത പാത്ത് ആൽഫ 0 ആണെങ്കിൽ നമ്മളുടെ നെയ്ബറിംഗ് പാത്ത് എന്ന് പറയുന്നത് ആൽഫ നോൺ സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജെ നമ്മൾ ഇപ്പോൾ പറയുന്നത് ആൽഫയുടെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ്? ആൽഫ ജെ ഇസ് ഈക്വൽ ടു ഇൻറ്റിഗ്രൽ x1 to x2 f of y yx x. പക്ഷേ ഇവിടെ y വീണ്ടും ആൽഫയുടെ ഫംഗ്ഷനായി മാറിയതുകൊണ്ട് y of x alpha yx of x alpha and x yx of x alpha എന്ന് പറയുന്നത് എന്താണ്? ഡോ y ബൈ ഡോ x. രണ്ടാമതായിട്ട് ആൽഫയുടെ ഫംഗ്ഷനായി മാറിയതുകൊണ്ട് നമുക്ക് വീണ്ടും മനസ്സിലാക്കാം മാക്സിമ മിനിമ എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് 0. അപ്പോൾ ഡോ ജെ ബൈ ഡോ ആൽഫ നമ്മൾ മനസ്സിലാക്കിയത് ആൽഫ 0 ആകുന്ന പാത്താണ് നമ്മുടെ ജെയെ മിനിമൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്, ചൂസ് ചെയ്തത്. അതുകൊണ്ട് ആൽഫ 0 എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ ആൽഫ 0 എന്ന് പറയുന്ന കണ്ടീഷനിലായിരിക്കും 0 ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ജെ ഈസ് മിനിമം അറ്റ് ദിസ് പോയിന്റ്, അറ്റ് ദിസ് കർവ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് ലൈക്ക് റൈറ്റിംഗ് at maxima minima dou y by dou x is equal to 0. That is something. So we will continue with this derivation in the next video. Hope you understand this. Thank you.